ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറെന്റ് അപ്രോച്ച് ടു സക്സസ്. ജനവാസ കേന്ദ്രമായ കാളികാവ് ആമപ്പൊയിലിൽ പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളി. ആമപ്പൊയിൽ കൈതമണ്ണ ക്ഷേത്രത്തിന് സമീപം ജോലി ചെയ്യുന്നതിനിടെ പൂളയ്ക്കൽ മണികണ്ഠൻ എന്ന ടാപ്പിംഗ് തൊഴിലാളിയാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. ആമപ്പൊയിലിന്റെ സമീപ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും പുലിയെ കണ്ടതായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസം പുലർച്ചെ ജോലി ചെയ്യുന്നതിനിടെയാണ് മണികണ്ഠൻ പുലിയെ കണ്ടത്. പതിവ് പോലെ റബ്ബർ ടാപ്പിംഗ് നടത്താൻ പുലർച്ചെ തോട്ടത്തിലെത്തിയപ്പോൾ തൊട്ടടുത്തൊരു ജീവി മുന്നിൽ നിൽക്കുന്നത് കണ്ടു. തലയിൽ സ്ഥാപിച്ച സെർച്ച് ലൈറ്റിന്റെ സഹായത്താൽ കണ്ടത് പുലിയാണെന്ന് വ്യക്തമായി. പുലിയാണെന്ന് മനസ്സിലായതോടെ മണികണ്ഠൻ ബഹളം വെച്ചതോടെ തൊട്ടടുത്ത കമുകിൻ തോട്ടത്തിലേക്ക് പുലി ഓടിമറഞ്ഞു. കൈതമണ്ണയിൽ പുലിയെ കണ്ടതോടെ കരുവാരകുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. വെള്ളയൂർ വില്ലേജ് ഓഫീസ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. തൊഴിലാളിയാണ്. രാത്രി ഒരു 2:30 മണിക്ക് ശേഷമാണ് ഞാൻ വെട്ടാൻ പോലെ. അങ്ങനെ വെട്ടാൻ പോയിങ്ങാണ്ട് അവിടെ പിന്നെ അമ്പലപ്പടി എന്ന സ്ഥലമുണ്ട്, അവിടെ ഇത് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ആണ് ഞാൻ ഇതിനെ കണ്ടത്. ഒരു 8-10 മീറ്റർ ദൂരത്ത് കഴുകുന്തോട്ടത്തിൽ കിടക്കണതാണ് കണ്ടത്. അതിൽ ലൈറ്റിന് പിന്നെ അടിച്ച് നോക്കുമ്പോൾ ലൈറ്റ് അടിക്കുന്നതോട് കൂടിയിട്ട് ഇത് അവിടുന്ന് എണീറ്റിട്ട് തോട്ടത്തിൽ നിന്ന് നേരെ കീപ്പിട്ട് കണ്ടുകൂടി. എന്നിട്ട് ഞങ്ങൾ ഫോറസ്റ്റിലൊക്കെ പോയി പറഞ്ഞ് ഫോറസ്റ്റുകാരൊക്കെ വന്ന് കാൽപ്പാടൊക്കെ നോക്കി പരിശോധിച്ചതുകൊണ്ട് അവർ പോയി. അങ്ങനെ ഉണ്ടായത്. അതിൽ അവർ അമ്പലപ്പടി കൈതമണ്ണ, ആ കാമപ്പൊയിൽ കൈതമണ്ണ ക്ഷേത്രത്തിൻ്റെ ഒക്കെ അടുത്താണ്, തണ്ടുകോട് എന്നൊക്കെ പറയും, അവിടെയാണ് സംഭവം. ഫോറസ്റ്റുകാർ പിന്നെ ഓല് വന്ന് നോക്കിയിട്ട് പേനകൊണ്ടൊക്കെ ഇങ്ങനെ കുത്ത് അളവൊക്കെ എടുത്തിട്ട് അവർക്കൊരു ഇത് കിട്ടിയിട്ടില്ല, അത് വലിപ്പമല്ല, ചെറിയ കാലാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ വില്ലേജിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. അവർ വന്നിട്ട് നോക്കിയിട്ട് അവർ പറഞ്ഞ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, ഞങ്ങൾ മേലേക്ക് റിപ്പോർട്ട് കൊടുക്കുക, ഏതാണ്ട് തോന്നുന്നത് അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ പിന്നെ വില്ലേജുകാർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് സാധനം? ഞാൻ ശരിക്കും അത് പിന്നെ ഇത് കടക്കുകയാണ് ഞാൻ കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ ലൈറ്റിനെ അടിച്ചു നോക്കുമ്പോൾ ഇത് കുറച്ച് വിട്ടായിട്ടാണ് കണ്ണുകൾ രണ്ടും കാണുന്നത്. ഈ പന്നിയാണ് ഞങ്ങൾ പിന്നെ ഈ കാട്ടുകൂടെ പിന്നെ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ഇറ്റാൾ വരലുണ്ട്, കുറുക്കനും പിന്നെ ഈ പോക്കാനും പന്നിയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ലൈറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വേറെ ഇങ്ങനെ അറിയുമല്ലോ പന്നിയാളെന്നൊക്കെ. ഇത് കുറച്ച് വലുതാണ് സാധനം, കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ടായിട്ട് അതിലിങ്ങനെ തിരിഞ്ഞ് കഴുകുന്തോട്ടത്തിൽ കൂടെ ഓടുമ്പോൾ ഇതിലൊക്കെ ചവിട്ടുമ്പോൾ ഭയങ്കര സൗണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമപ്പൊയിലിന്റെ സമീപ പ്രദേശങ്ങളായ മട്ടമല, ചെറൂത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. വനം വകുപ്പിന്റെ കരുവാരകുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസും സ്ഥിതി ചെയ്യുന്നത് ആമപ്പൊയിലിന് സമീപമാണ്. ഈ പ്രദേശങ്ങളിൽ അടിക്കാടുകൾ നന്നായി വളർന്ന് വനമായി മാറിയ ചെറുതും വലുതുമായ നിരവധി സ്വകാര്യ സ്ഥലങ്ങളുണ്ട്. ഇത്തരം സ്ഥലം ഉടമകൾ അടിയന്തരമായി കാട് വെട്ടിത്തെളിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് പരിശോധന നടത്തി ജനങ്ങളെ ഭീതിയകറ്റാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു. 2 ദിവസം മുമ്പ് മട്ടമലമ്മേ പുലിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വലിയൊരു പരസ്യമാക്കി പറയണ്ട, നിങ്ങൾ കണ്ടത് വളരെ പിന്നെ സുതാര്യമായിട്ട് നിങ്ങൾ കണ്ടോ. അപ്പോൾ 37 പറഞ്ഞു കണ്ടു, ഞാനത് കണ്ടിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോയി. അപ്പം ഞാനതൊരു പരസ്യം ചെയ്തില്ല. പക്ഷേ ഇന്നലെ ആമപ്പൊയിൽ അമ്പലത്തിൻ്റെ അവിടെ, അതായത് കൈതമണ്ണ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ച് പുലിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ആ സ്ത്രീ പറഞ്ഞത് അതിന് തോന്നലല്ല, അത് കണ്ടത് സത്യം തന്നെയാണെന്ന് ഇപ്പോൾ തോന്നി. അപ്പോൾ പൊതുവേ നമ്മളെ ഈ പ്രാദേശിക മേഖലയിലൊക്കെ ആമപ്പൊയിൽ, അതേപോലെ മട്ടമല, അതേപോലെ തന്നെ പിന്നെ ചെറൂത്ത്, അതേപോലെ ഇപ്പോൾ ഈ കൈതമണ്ണ ഭാഗങ്ങളിൽ പുലി ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു സത്യമാണ്. അപ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ, കാരണം നമ്മളിപ്പോൾ ഈ വലിയ വലിയ മലൻ്റെ മുകളിൽ അടക്കാക്കൊണ്ട് മുകളിലും അവിടെ ഇവിടെയൊക്കെയാണ് കേട്ട് വരുന്നത്. ഇപ്പോൾ ശരിക്ക് ജനസാന്ദ്രത ഉള്ള സ്ഥലങ്ങളിൽ പോലും ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഭീതിയായില്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മെക്സവൻ്റെ ഒരു ചീഫ് കോർഡിനേറ്ററാണ്. ഈ മെക്സവന് പല ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും പ്രാദേശിക നമ്മളെ ഈ ഏരിയയിലുള്ള കാളികാവിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന ഈ മട്ടമലെന്നും അതുമാതിരി നീലാഞ്ചേരി, ചാഴിയോട്, കുറുകോയിൽ, തണ്ടുകോട്, പുറ്റമണ്ണ, ഉതിരംപൊയിൽ, ആമപ്പൊയിൽ, വാഴക്കിളി, അതേപോലെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെയുള്ളൊരു വിഷയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആകെ പരിഭ്രാന്തരായിട്ട് ആരും പുറത്തിറങ്ങാതെ ആകെ പേടിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റംസാൻ മാസത്തിൽ ഇനി പെരുന്നാളിനൊക്കെ വരുന്നത്, ആളുകൾക്കൊന്നും പുറത്തിറങ്ങിങ്ങാണ്ട് അവരുടേതായ പിന്നെ
ജീവിത രീതികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തായാലും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഇതിന് വേണ്ടപ്പെട്ടവർ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.